ഹലോ, ഇത് ഞങ്ങളുടെ വീടിൻ്റെ അവിടുത്തെ സന്ധ്യാസമയം കേട്ടോ. സൂര്യൻ അസ്തമിച്ച് വരിക, പക്ഷെ ഭയങ്കര വെയിലാണ് സന്ധ്യ ആയപ്പോഴത്തേനും. കാരണമേ മഴയായിരുന്നു ഉച്ചയ്ക്കല്ല, വൈകുന്നേരം ആയപ്പോൾ തന്നെ പുള്ളിക്കാരൻ വന്ന്. ഞാനാണെന്നുണ്ടെങ്കിൽ മിറ്റം തൂത്തുകൊണ്ട് പുറകിൽ കൂട്ടി വെച്ചിട്ടുണ്ട്. അത് ഇനി മേളോട്ട് തൂത്തുകൊണ്ട് കൊണ്ടുപോയി കത്തിക്കണം. അതിനുള്ള പരിപാടിക്ക് പോകും. ഞങ്ങളുടെ പട്ടിയാണ് അത്. പട്ടിക്ക് എന്നെ വലിയ പരിചയമില്ല, കാരണം ഞാൻ വല്ലപ്പോഴൊക്കെയോ ലീവ് എടുത്ത് വീട്ടിൽ വരാറുള്ളതുകൊണ്ട് പട്ടി എന്നോട് വലിയ ഇണക്കമില്ല. ഞാനിപ്പോൾ അവിടെ തൂത്ത് വെച്ചിട്ടുണ്ട്. മേലോട്ട് വീട്ടിക്കൊണ്ട് പോയിട്ട് അവിടെ കൊണ്ടിട്ട് കത്തിക്കാൻ വേണ്ടിയില്ല, പട്ടലാണ് കൊണ്ടിട്ട് കത്തിക്കുന്നത്. ഇത് ഞങ്ങളുടെ അമ്മച്ചി പറഞ്ഞതേ പീനട്ട് ബട്ടറിൻ്റെ ചെടിയാണെന്നോ ഇതിൻ്റെ പഴമാണെന്നോ പറഞ്ഞ്. എനിക്കറിയത്തില്ല. ഇവിടെ ഉള്ളവരൊക്കെ ഇത് പറിച്ച് നിന്ന് കാണാം, പക്ഷെ ഞാൻ തിന്നിട്ടില്ല. എനിക്ക് പേടിയാണേ, ഞാൻ ഉണ്ടാവുന്നത് തിന്നത്തൊന്നുമില്ല. സത്യമാണോ നടത്തിയിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ഞങ്ങളെ പട്ടി അഴിഞ്ഞു പോയിട്ടുണ്ട്. പട്ടി അങ്ങ് മേളിൽ പോയി നിൽക്കിയത്. ഞങ്ങളുടെ വീടിൻ്റെ പുറകു ഭാഗം കേട്ടോ, വനത്തറമ്പിലാണ് ഞങ്ങളുടെ വീട് ഇരിക്കുന്നത്. അത് കാട്ടുജാതികളൊന്നുമല്ല, വനത്തിൻ്റെ സൈഡിലാണ് വീട്. വണ്ടിയൊക്കെ വരുന്ന, ലോറിയൊക്കെ വരുന്ന വഴിയാണ് കാണുന്നത്. അതിൻ്റെ കാട്ടുവഴി എന്നൊക്കെ പറയും. അതെൻ്റെ വീടാണ് കേട്ടോ. ഫ്രണ്ടിൽ അക്കരയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡിൽ കൂടെ പോകണം, എന്നാലേ റോഡ് കാണാൻ പറ്റത്തുള്ളൂ. ഞാൻ കത്തിക്കാനുള്ള പരിപാടിയില്ല. കത്തിച്ച് എല്ലായിടവും കരിയിലൊക്കെ കൂട്ടിയിട്ട് കത്തിക്കണം. സന്ധ്യയ്ക്ക് മുമ്പ് അത് കെടുത്തുകയും വേണം, കാരണം ഒരു കാട്ടിലോട്ട് അങ്ങനെ തീ കയറി പോയിട്ടുണ്ടെങ്കിൽ വേറെ കേസാവും. അതുകൊണ്ട് നമ്മളവിടെ ഇട്ട് കത്തിക്കുന്നത്. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ താമസിക്കുന്നതിനുള്ള കരിയില മൊത്തം വീടിന് ചുറ്റുമുണ്ട്. അപ്പോൾ നമ്മളെല്ലാ വീട്ടുകാരും ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് സന്ധ്യ ആകുമ്പോഴത്തേന് ഇങ്ങനെ ഇരുന്ന് കത്തിക്ക്. ഇത് കണ്ടില്ല ആകാശം, അവിടെ റബ്ബർ തോട്ടമാണ്. വെട്ടിക്കഴിഞ്ഞപ്പോൾ ആകാശമൊക്കെ ശരിക്കും കാണാം. അക്കരെ റോഡ് ഭാഗം കേട്ടോ. ആ കാണുന്ന കാടൊക്കെ റോഡിൻ്റെ അവിടുത്തെയാണ്. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള ഇതില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.